എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആമി. ഞാൻ എഴുതിയ കഥകളൊക്കെ ശബ്ദരൂപത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോ, ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നീലാഞ്ജനം പാർട്ട് 1. അമ്മേ, ഓ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് നിൻ്റെ സൽപുത്രൻ. രാവിലത്തേക്കുള്ള ഭക്ഷണം നിറച്ച കാസ്ട്രോളുകൾ ഡൈനിങ് ടേബിളിൽ നിരത്തുന്ന കല്യാണിയമ്മയെ നോക്കി മാഷ് പറഞ്ഞു. ഇനി ഇവിടെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ബാക്കിയുള്ളവർക്ക് ചെവിയും തലയും കേൾക്കാൻ പറ്റില്ല. പത്രം നിവർത്തി ഓരോ വാർത്തയിലേക്ക് മിഴികൾ പായിക്കുന്നതിനിടയിൽ വേണുമാഷ് മനസ്സിലോർത്തു. അമ്മേ, വീണ്ടും നേരത്തെ കേട്ടതിനേക്കാൾ ഉച്ചത്തിൽ അലറൽ വന്നതും കല്യാണിയമ്മ തൻ്റെ കയ്യിലിരുന്ന തവി സ്വാതിയെ ഏൽപ്പിച്ച് ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു. ഈ ചെക്കനെ കൊണ്ടൊരു സ്വസ്ഥതയില്ലോ എൻ്റെ ഭഗവാനെ, ഓരോന്ന് പിറുപിറുത്തവൾ ഗോവണി കയറി ചെന്നു. എന്താടാ, എന്തിനാ നീ അണ്ണാക്കി കീറി വിളിക്കുന്നത്? പതിയെ പറഞ്ഞാലും മതി, എനിക്ക് ചെവി കേൾക്കാം. ആ തലതെറിച്ച പെണ്ണ് ഇന്നും കാലത്തിവിടെ വന്നിട്ടുണ്ടായിരുന്നോ? അവർ പറഞ്ഞതിന് മറുപടി നൽകാതെ അവൻ ചോദ്യം എറിഞ്ഞു. ആര് വന്നിട്ടുണ്ടോന്നാ? ദേ അമ്മേ, അവൾക്ക് വേണ്ടി വക്കാലത്ത് കൊണ്ട് വരാനാണ് ഈ പൊട്ടൻകളി നടത്തുന്നതെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. പുത്തൻപുരയ്ക്കൽ കല്യാണിയമ്മ ഓരോ വാക്കും അവനിൽ നിന്ന് പ്രവഹിക്കുന്നതിനേക്കാൾ ഇരട്ടി ദേഷ്യം കലരുന്നുണ്ടായിരുന്നു അതിൽ. ഇന്നിപ്പോൾ എന്താ നിൻ്റെ പുതിയ പ്രശ്നം? എൻ്റെ പ്രശ്നം പുതിയതൊന്നുമല്ല, പഴയത് തന്നെയാണ്. അവളില്ലേ അമ്മയുടെ ബാല്യകാല സുഹൃത്തിൻ്റെ പൊന്നോമനപുത്രി ആമി. ആ ജന്തു ഇന്നും വന്നിരുന്നോന്നാണ് ഞാൻ ചോദിച്ചത്. ഓ അതായിരുന്നോ? മോള് വന്നിട്ട് പോയല്ലോ. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ പോവുകയും ചെയ്തു. നീ കണ്ടുവോ മോളെ? ആഹാ, എന്ത് സ്നേഹം! തേനും പാലും ഒഴുകുന്നു. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. പോയതും വന്നതൊക്കെ ചേർത്ത് എനിക്ക് മനസ്സിലായി തലതെറിച്ച സാധനം വന്നിട്ടുണ്ടായിരുന്നെന്ന്. ദേ, ഇന്നും എൻ്റെ യൂണിഫോം മുഴുവൻ നശിപ്പിച്ചിട്ട് ആ അലവലാതി പോയേക്കുന്നത്. അവളെ എൻ്റെ കയ്യിലെങ്ങനെ കിട്ടിയാൽ മറ്റോ ചെയ്താലുണ്ടല്ലോ. ചെയ്താലെന്താ, നീ പിടിച്ച് തിന്നോ? അമ്മ ചന്ദ്രമാമോട് പറഞ്ഞേക്ക്. തെക്കേത്തൊടിയിലെ പുളിയമ്മാവിൻ്റെ 31 കൊമ്പ് നോക്കി മുറിച്ചിട്ട് അവൾക്കൊരു പട്ടടി ഒരുക്കി വെച്ചേക്കാം. കബോർഡിൽ നിന്നും എടുത്ത പുതിയ യൂണിഫോം ഷർട്ടിൻ്റെ ബട്ടൺസുകൾ ഇടുന്നതിനിടയിൽ പറഞ്ഞു. ദൈവദോഷം പറയാതെ അസത്തെ, അവനെ തല്ലാനായി കൈയൊരുങ്ങിക്കൊണ്ടവർ ചോദിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞതായോ കുറ്റം? അവൾക്ക് തോന്നിയതുപോലെ കാണിക്കുക അല്ലേ? തിരികെ ഗോവണി ഇറങ്ങുന്നതിനിടയിൽ അവൻ അമ്മയെ നോക്കി മുരണ്ടു. നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? പുറകെ പടികൾ ഇറങ്ങുന്നതിനിടയിൽ കല്യാണിയമ്മ വക ചോദ്യം വന്നു. ഓ, എന്നെ ഊട്ടി ആരും ബുദ്ധിമുട്ടണ്ട. ആ മരം കയറി പെണ്ണില്ലേ, അവൾ വരുമ്പോൾ എടുത്ത് കൊടുത്താൽ മതി വിഴുങ്ങാൻ. നിനക്ക് വേണ്ടെങ്കിൽ നീ തിന്നണ്ട, വെറുതെ കുട്ടിയെ പ്രാകാതെ പോകാൻ നോക്ക്. ആ പോയേക്കുവാണേ. ഭിത്തിൽ ഹാങ് ചെയ്തെന്ന കീയെടുത്ത് പോർച്ചിലേക്ക് നടക്കുന്ന കൂട്ടത്തിൽ ആരോടൊന്നില്ലാതെ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ബുള്ളറ്റ് ഒരു ഇരുമ്പലോടെ ഗേറ്റ് കടന്നു പോകുന്ന നെടുവീർപ്പോടെ കല്യാണിയമ്മ നോക്കി നിന്നു. ഇന്നെന്താടോ ഭാര്യയെ, തൻ്റെ മോൻ്റെ പ്രശ്നം? പോത്തിനെ പോലെ അമറി പൊടിക്കുന്നുണ്ടായിരുന്നല്ലോ ഹേ. പത്രം മടക്കി വെച്ചുകൊണ്ട് വേണുമാഷ് തിരക്കി. പതിവ് പോലെ തന്നെ ആമിമോള് വന്നവൻ ഇടാനെടുത്ത് വെച്ചിരുന്ന യൂണിഫോം ഷർട്ടിൽ നായ്ക്കൂർണപ്പൊടി വിതറിയിട്ട് പോയി. അല്ലാതെ എന്ത്? ഒരു ഭാവഭേദവുമില്ലാതെ കല്യാണിയമ്മ പറഞ്ഞു. ഇതിപ്പോൾ ഈ കലാപരിപാടി തുടങ്ങിയിട്ട് കൊല്ലം ഇത്തിരി ആയല്ലോ. എന്താണാവോ കാര്യം ഹേ? ആർക്കറിയാം എന്താ കാര്യം എന്ന്. എത്ര ചോദിച്ചാലും രണ്ടും ഒന്നും വിട്ടു പറയില്ല. ഇന്ന് ആമി വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുമോ മറ്റോ ചെയ്താൽ ചിലപ്പോൾ നല്ലത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സന്താനം ഇറങ്ങിപ്പോയേക്കുന്നത്. ആ, കിട്ടിയതുപോലെ തന്നെ നോക്കിയിരുന്നോ, അവളിപ്പോൾ ഈ പ്രദേശം തന്നെ വിട്ടിട്ടുണ്ടാവും. ഒരു പൊട്ടിച്ചിരിയുടെ മാഷ് പറഞ്ഞു. ഉവ്, ഇനി എന്തൊക്കെ പുകിലും നടക്കുമെന്ന് കണ്ടറിയാം. നിങ്ങൾ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. അതും പറഞ്ഞവർ അകത്തേക്ക് നടന്നു. പുറകെ വേണുമാഷും. പുത്തൻപുരയ്ക്കിലെ വേണുമാഷും ഭാര്യ കല്യാണിയും രണ്ടാളുടെയും മക്കൾ നീരജും നിരഞ്ജനും. നീരജ് വിദേശത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. ഭാര്യ സ്വാതി. രണ്ടാളും അവിടെ തന്നെ സെറ്റിൽഡാണ്. ഇപ്പോൾ സ്വാതി നാട്ടിലുണ്ട്. ടൗൺ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് നിരഞ്ജൻ. കല്യാണിയമ്മയുടെ ഉറ്റ കൂട്ടുകാരിയും അയൽവാസിയുമാണ് സുമിത്രയും ഭർത്താവ് ബാലചന്ദ്രനും. ഇവരുടെ ഒരേ ഒരു പുത്രിയാണ് ആമി. തുടരും.